അസ്സലാമലൈക്കും. ഒരുപാട് വർഷങ്ങളായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ ഈ സമൂഹത്തിൽ. അവർക്ക് ഉറപ്പായിട്ടും ഈ പറയുന്ന രീതിയിൽ ഒരു മഹാൻ്റെ പേരിൽ യാസീൻ ഓതുക. അതുപോലെ ഞാനൊരു ദിക്ർ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ. ആ ദിക്റും പറയുന്നത് പോലെ ചെയ്ത് ഇൻഷാ അല്ലാഹ് 41 ദിവസത്തിനുള്ളിൽ ആ ഒരു സന്തോഷ വാർത്ത നിങ്ങളുടെ മുന്നിലെത്തും. മടവൂർ ഷെയ്ഖുനാൻ്റെ പേരിൽ 41 ദിവസം യാസീൻ നിയ്യത്ത് വെച്ച് ഓതി സ്ക്രീനിൽ കൊടുത്ത ഈ ഒരു ദിക്റും കൂടി ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് ഒരു അത്ഭുതം തന്നെ നടക്കും. ഓതേണ്ട രീതി ഞാൻ പറയാം. സുബിഹി അല്ലെങ്കിൽ മഗ്രിബ് നിസ്കാര ശേഷമാണ് ഓതാൻ തുടങ്ങേണ്ടത്. വെള്ളിയാഴ്ച തുടങ്ങുന്നതാണ് ഏറ്റവും നല്ല സമയം. നിയ്യത്ത് വെക്കണം. മടവൂർ ഷെയ്ഖുനാൻ്റെ പേരിൽ 41 ദിവസം ഓരോ യാസീൻ ഞാൻ ഓതും എന്ന് നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം, ഒരു കുഞ്ഞുണ്ടാവാനല്ല ആ ആഗ്രഹം മനസ്സിൽ നിയ്യത്ത് വെച്ചിട്ട് ഇത് ഓതണം. ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ദിക്ർ. ഈ ദിക്ർ 11 വട്ടം യാസീൻ ഓതിയതിന് ശേഷം 11 വട്ടം എല്ലാ നിസ്കാര ശേഷവും ഓതി നന്നായിട്ട് ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് അള്ളാഹു മക്കളെ തരും. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ദിവസം ഒരു യാസീൻ ഓതിയാൽ മതി. അതായത് മഗ്രിബിന് ശേഷമോ അല്ലെങ്കിൽ സുബ്ഹി നിസ്കാര ശേഷമോ ഒരു യാസീൻ ഓതിയിട്ടാണ് പിന്നെ ഈ ഒരു ദിക്ർ ചൊല്ലേണ്ടത്. ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും അള്ളാഹു ആ ആഗ്രഹം സാധിപ്പിച്ചു തരും. ഒരു അത്ഭുതം തന്നെ നടക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.